ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955-ലാണ്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇത് ഉൾപ്പെട്ടിട്ടുള്ളത് ഭരണഘടനയുടെ പാർട്ട് 4-ലാണ്. ഭാഗം 4-ലാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1976-ലെ 42-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങൾ അഥവാ കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? സമ്പാദ്യം, മിതവ്യയശീലം എന്നിവയാണ്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ സമ്പാദ്യം, മിതവ്യയശീലം എന്നിവയാണ്. സ്കൂളുകളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയുടെ പേരെന്താണ്? സമ്പൂർണ്ണ. സ്കൂൾ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന പദ്ധതിയുടെ പേര് സമ്പൂർണ്ണ എന്നാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 1-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? കാർഷിക മേഖല. 1-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കാർഷിക മേഖലയാണ്. 2-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യാവസായിക മേഖലയുമാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1950 മാർച്ച് 15-ന്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15-നാണ്. ഒരു ജാറിൽ ഉപ്പ് ലായനിയും ജലവും എടുക്കുകയാണെങ്കിൽ ഉപ്പ് ലായനി ജാറിൻ്റെ താഴെയും ജലം ജാറിൻ്റെ മുകളിലായും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിനുള്ള കാരണം എന്താണ്? ഉപ്പ് ലായനിക്ക് സാന്ദ്രത കൂടുതൽ ആയതിനാണ്. അതായത് ഒരു ജാറിൽ നമ്മൾ ഉപ്പ് ലായനിയും ജലവും ഒരുമിച്ച് ഒഴിച്ചാൽ ഉപ്പ് ലായനി ജാറിൻ്റെ താഴെയും ജലം ജാറിൻ്റെ മുകളിലായും സ്ഥിതി ചെയ്യുന്നു. ഇതിന് കാരണം ഉപ്പ് ലായനിക്ക് സാന്ദ്രത കൂടുതൽ ആയതിനാലാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഗുരുത്വാകർഷണ ത്വരണം. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണമാണ് ഗുരുത്വാകർഷണ ത്വരണം. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ. ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ് മീറ്ററാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൻ. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ ആ ചലനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സമവർത്തുള ചലനം. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ ആ ചലനം അറിയപ്പെടുന്നത് സമവർത്തുള ചലനം എന്ന പേരിലാണ്. ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? 1-ാം ചലന നിയമം. ബലത്തെയും ജഡത്വത്തെയും കുറിച്ച് നിർവചനം നൽകുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം 1-ാം ചലന നിയമമാണ്. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? വർത്തുള ചലനം. ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ്
വർത്തുള ചലനം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വസ്തുവിൻ്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വസ്തുവിൻ്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലവുമാണ്. ചുവരുകളിൽ മഴക്കാലത്ത് വെള്ളം പടർന്ന് ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കേശികത്വം മൂലമാണ്. ചുവരുകളിൽ മഴക്കാലത്ത് വെള്ളം പടരുന്നതിന് കാരണം കേശികത്വം മൂലമാണ്. ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷിരീതി അറിയപ്പെടുന്ന പേരെന്താണ്? സംയോജിത കൃഷിരീതി. ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള കൃഷിരീതിയാണ് സംയോജിത കൃഷി. സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സാധാരണ കൃഷിയും അതോടൊപ്പം കന്നുകാലി വളർത്തലും അതുപോലെ താറാവ് വളർത്തലും മത്സ്യം വളർത്തലും ഒരുമിച്ച് നടത്തുന്നത്, ഇതൊക്കെ സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ്? കൃഷിയും അതോടൊപ്പം കന്നുകാലി വളർത്തലും പിന്നെ താറാവ് വളർത്തലും മത്സ്യ വളർത്തലും ഇതൊക്കെ സംയോജിത കൃഷിരീതിക്ക് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള ഏതാണ്? പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള പരുത്തിയാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാന മൂലകം ഏതാണ്? നൈട്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പ്രധാന മൂലകമാണ് നൈട്രജൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതാരാണ്? നന്ദലാൽ ബോസാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാരാണ്? വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞ ആരാണ്? DS കോത്താരി. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? DS കോത്താരിയുടെ വാക്കുകളാണ്. 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകിയാൽ ഇവയുടെ പുതിയ താപനില എത്ര വീതമായിരിക്കും? ജലത്തിൻ്റേത് 301 കെൽവിനും വെളിച്ചെണ്ണയുടേത് 302 കെൽവിനും. 300 K താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോ ജലത്തിനും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകിയാൽ ഇവയുടെ പുതിയ താപനില ജലത്തിൻ്റേത് 301 കെൽവിനും വെളിച്ചെണ്ണയുടേത് 302 കെൽവിനുമായും മാറും. വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലം എന്താണ്? സ്പീസിസ് ആണ്. വർഗീകരണത്തിൻ്റെ അടിസ്ഥാന തലം സ്പീസിസ് ആണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ആദ്യ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ലിപി അച്ചടിച്ചു വന്ന ആദ്യ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. എന്നാൽ മലയാള ലിപി ആദ്യമായി അച്ചടിച്ചു വന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലാണ്. അങ്ങനെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ ആദ്യമായി അച്ചടിച്ചു വന്ന മലയാളം വാക്ക് തെങ്ങ് എന്ന വാക്കാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിട്ടുള്ളത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലബാറിലെ സസ്യലതാദികളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ്. മലമ്പനിക്കും കരിമ്പനിക്കും കാരണം പ്രോട്ടോസോവയാണ്. മലമ്പനിക്കും കരിമ്പനിക്കും കാരണം പ്രോട്ടോസോവയാണ്. എലിപ്പനി, മാൾട്ടാപ്പനി എന്നീ പനികൾക്ക് കാരണം ബാക്ടീരിയയാണ്. എലിപ്പനിക്കും മാൾട്ടാപ്പനിക്കും കാരണം ബാക്ടീരിയയാണ്. പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, കുരങ്ങുപനി, സിക്കാപ്പനി, നിപ്പാപ്പനി, ലാസാപ്പനി, വെസ്റ്റ് നൈൽ പനി എന്നീ പനികൾ ഉണ്ടാകാൻ കാരണം വൈറസാണ്. പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, കുരങ്ങുപനി, സിക്കാപ്പനി, നിപ്പാപ്പനി, ലാസാപ്പനി, വെസ്റ്റ് നൈൽ പനി എന്നീ പനികൾക്ക് കാരണം വൈറസുമാണ്. തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏതാണ്? രസം അഥവാ മെർക്കുറി. തെർമോമീറ്ററുകളിൽ ഉപയോഗിക്കുന്ന ദ്രാവകം
രസം അഥവാ മെർക്കുറിയാണ്. ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമതാപരേഖ. ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ ഏതാണ്? സമതാപ രേഖയാണ്. ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സമതാപ രേഖയാണ് താപീയ മധ്യരേഖ. ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സമതാപ രേഖയാണ് താപീയ മധ്യരേഖ. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അക്ഷാംശസ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ എന്നിവയാണ്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അക്ഷാംശസ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ എന്നിവയാണ്. കാലാവസ്ഥ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് എപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്? ഉച്ചയ്ക്ക് 2 മണിക്ക്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് കാണുന്ന അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നുമാണ്. അങ്ങനെയെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത് എപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്? സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നും. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നുമാണ്. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ വിളിക്കുന്നത് ഹീറ്റ് ബജറ്റ് എന്ന പേരിലാണ്. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ വിളിക്കുന്നത് ഹീറ്റ് ബജറ്റ് എന്ന പേരിലാണ്. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സുതാര്യ വസ്തുക്കൾ എന്ന പേരിലാണ്. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് സുതാര്യ വസ്തുക്കൾ എന്ന പേരിലാണ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് അതാര്യ വസ്തുക്കൾ എന്ന പേരിലാണ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? അതാര്യ വസ്തുക്കൾ എന്ന പേരിലാണ്. നിഴലുകൾ ഉണ്ടാക്കുന്നത് ഈ അതാര്യ വസ്തുക്കളാണ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന പേരിലുമാണ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് അർദ്ധധാര്യ വസ്തുക്കൾ എന്നാണ്. സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം എവിടെയാണ്? സൂര്യനും ഭൂമിക്കും ഇടയിൽ. സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ സ്ഥാനം സൂര്യനും ഭൂമിക്കും ഇടയിലാണ്. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ സ്ഥാനം എവിടെയാണ്? സൂര്യനും ചന്ദ്രനും ഇടയിൽ. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ സ്ഥാനം സൂര്യനും ചന്ദ്രനും ഇടയിലാണ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? വിറക്, കൽക്കരി എന്നിവയാണ് ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ. വിറകും കൽക്കരിയും. ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? LPG, CNG, ഹൈഡ്രജൻ എന്നിവയാണ്. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ LPG, CNG, ഹൈഡ്രജൻ എന്നിവയാണ്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവൽ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യൂവലാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം എന്താണ്? അപവർത്തനം. നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം അപവർത്തനമാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? പ്ലാറ്റിനം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം പ്ലാറ്റിനമാണ്. വൈദ്യുത ബൾബിൽ ഫിലമെൻ്റായി ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. വൈദ്യുത ബൾബിൽ ഫിലമെൻ്റായി ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയാണ്.
ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവ. ഇന്ത്യയിൽ വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനമാണ് പർവ്വതമണ്ണ്. ഇന്ത്യയിൽ വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം വളരെ കൂടിയ മണ്ണിനം ഏതാണ്? പർവ്വതമണ്ണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം ഏതാണ്? അറ്റ്ലസ് മോത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റ്ലസ് മോത്ത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തര മഹാസമതലത്തെയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. കണ്ടൽക്കാടുകൾ കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടുകൾ കൂടുതൽ കാണുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. എന്നാൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം ഉപദ്വീപീയ പീഠഭൂമിയുമാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രദേശം ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയും, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുമാണ്. ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലം ഏതാണ്? ഉത്തര മഹാസമുദ്രം. ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലമാണ് ഉത്തര മഹാസമുദ്രം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ടി.കെ. മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരാണ്? കെ. കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം അറിയാലോ, 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച 1925 എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിൽ വിളംബരം പുറപ്പെടുവിച്ച ആരാണ്? റാണി ഗൗരി പാർവതിബായി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് തിരുവിതാംകൂറിൽ വിളംബരം പുറപ്പെടുവിച്ചത് റാണി ഗൗരി പാർവതിബായിയാണ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹള അറിയപ്പെടുന്ന പേരെന്താണ്? ചാന്നാർ ലഹള. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ്? 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന് EMS സൂചിപ്പിച്ചത് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിലാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച ആരാണ്? സി. ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി. ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഏക മലയാളി കൂടിയാണ് സി. ശങ്കരൻ നായർ. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഭാരതകേസരി എന്നറിയപ്പെടുന്ന NSSൻ്റെ സ്ഥാപകൻ കൂടിയായ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ നടത്തിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ മുമ്പിലായി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി വെച്ചത് അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇനി നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരാരംഭിച്ച പ്രസ്ഥാനങ്ങളെയുമാണ് നോക്കുന്നത്. പ്രധാനപ്പെട്ടവ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഇവയൊക്കെ തന്നെ SCERT സ്കൂൾ പാഠപുസ്തകത്തിലുള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്ത് ഇവിടെ പറയുന്നത്. സമത്വ സമാജം സ്ഥാപിച്ച ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ
എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചു. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിലെ കൈനകരിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചാരാണ്? അയ്യങ്കാളിയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചാരാണ്? സഹോദരൻ അയ്യപ്പൻ. 1917 സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത്. അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ സ്ഥാപകനാരാണ്? മന്നത്ത് പത്മനാഭൻ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാട്. സ്ഥാപിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകൻ എന്നാണ് VT ഭട്ടതിരിപ്പാട് അറിയപ്പെട്ടത്. എന്നാലും സ്ഥാപകനെന്നും വേണമെങ്കിൽ പറയാം. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് എന്താണെന്നറിയാലോ, പൊയ്കയിൽ യോഹനാൻ എന്നും അറിയപ്പെടുന്നത് കുമാര ഗുരുദേവനാണ്. ഇദ്ദേഹമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഇതിൻ്റെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം. പാലസ്തീനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? ചാവുകടൽ. പാലസ്തീനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടൽ ചാവുകടലാണ്. ശുദ്ധജലത്തിനാണോ ഉപ്പ് ജലത്തിനാണോ സാന്ദ്രത കൂടുതലുള്ളത്? ഉപ്പ് ജലത്തിനാണ് സാന്ദ്രത കൂടുതൽ. ശുദ്ധജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതൽ ഉപ്പ് ജലത്തിനാണ്. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്ററാണ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എത്രയായിരിക്കും? 0. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് നോട്ടാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്ററിന് തുല്യമാണ്? 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എന്നത് 1.852 കിലോമീറ്ററിന് തുല്യമാണ്. ഏറ്റവും മികച്ച താപചാലകതയുള്ള ലോഹം ഏതാണ്? വെള്ളി. അതായത് താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ്. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം ഏതാണ്? പ്ലാറ്റിനമാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം പ്ലാറ്റിനമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണമാണ്. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഗാലിയം, സീസിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയൊക്കെയാണ് മൃദുലോഹങ്ങൾ. ഇപ്പോൾ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയാണ്. കീബോർഡിൽ അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? കീബോർഡ് ലേഔട്ട്. കീബോർഡിൽ അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? കീബോർഡ് ലേഔട്ട് എന്നാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ ജിംബ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 1996. സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ജിംബ് പുറത്തിറങ്ങിയത് 1996 എത്ര ഇന്ത്യൻ ഭാഷകളിലാണ് വിക്കിപീഡിയ പ്രവർത്തിക്കുന്നത്? 20 ഇന്ത്യൻ ഭാഷകളിലാണ് വിക്കിപീഡിയ പ്രവർത്തിക്കുന്നത്. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സംഗീതകൃതി ഏതാണ്? രാഗദർപ്പൺ. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സംഗീതകൃതിയാണ് രാഗദർപ്പൺ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികാസം പ്രാപിച്ച ഭാഷ ഏതാണ്? ഹിന്ദി.
മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികാസം പ്രാപിച്ച ഭാഷ ഹിന്ദിയാണ്. രാജതരംഗിണി എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ്? കൽഹണനാണ്. രാജതരംഗിണി എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചത് കൽഹണനാണ്. ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? ഒന്നാം ചലന നിയമം. ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഒന്നാം ചലന നിയമമാണ്. ഗലീലിയോ രചിച്ച ആദ്യത്തെ ശാസ്ത്ര പുസ്തകം ഏതാണ്? ദ ലിറ്റിൽ ബാലൻസ്. ഗലീലിയോ രചിച്ച ആദ്യത്തെ ശാസ്ത്ര പുസ്തകം ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകമാണ്. വ്യുൽക്രമ വർഗ നിയമം ആവിഷ്കരിച്ചതാരാണ്? ഐസക് ന്യൂട്ടൻ. വ്യുൽക്രമ വർഗ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ എങ്ങോട്ടാണ്? ഭൂകേന്ദ്രത്തിലേക്കാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ ഭൂകേന്ദ്രത്തിലേക്കാണ്. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? വർത്തുള ചലനം. അതായത് കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ അത് വൃത്താകൃതിയിലാണ് കറങ്ങുന്നത്. അപ്പോൾ വൃത്താകൃതിയിലുള്ള ചലനമാണ് ഈ വർത്തുള ചലനം. അപ്പോൾ ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോഹന്നാസ് കെപ്ലർ. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോഹന്നാസ് കെപ്ലറാണ്. സൂര്യനെ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോഹന്നാസ് കെപ്ലർ. സൂര്യനെ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ജോഹന്നാസ് കെപ്ലറാണ്. ജോഹന്നാസ് കെപ്ലർ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട എത്ര നിയമങ്ങളാണ് ആവിഷ്കരിച്ചത്? 3. ജോഹന്നാസ് കെപ്ലർ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങളാണ് ആവിഷ്കരിച്ചത്. ഭൂമിയുടെ ആരം ഏറ്റവും കൂടിയ ഭാഗം ഏതാണ്? ഭൂമധ്യരേഖാ പ്രദേശം. ഭൂമിയുടെ ആരം ഏറ്റവും കൂടിയ ഭാഗം ഭൂമധ്യരേഖാ പ്രദേശമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ്? കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? എണ്ണപ്പനയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം എണ്ണപ്പനയാണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ട് അച്ചടിക്കുന്ന സ്ഥാപനം ഏതാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ട് അച്ചടിക്കുന്ന സ്ഥാപനം കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപം അറിയപ്പെടുന്ന പേരെന്താണ്? പ്രചലിത നിക്ഷേപം. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. പലിശ ലഭിക്കാത്ത നിക്ഷേപം ഏതാണ്? പ്രചലിത നിക്ഷേപം. പലിശ ലഭിക്കാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. ഇപ്പോൾ കച്ചവടക്കാരും വ്യാപാരികളുമൊക്കെ ആണ് കൂടുതലായും ഈ പ്രചലിത നിക്ഷേപം ചെയ്യുന്നത്. പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡ് ഏതാണ്? ക്രെഡിറ്റ് കാർഡ്. പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം ഇത് ഏത് സ്ഥാപനത്തിൻ്റെ മുദ്രാവാക്യമാണ്? ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്. 2013 നവംബറിൽ ആരംഭിച്ച ഭാരതീയ മഹിളാ ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. 2013 നവംബറിൽ ആരംഭിച്ച ഭാരതീയ മഹിളാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലയിച്ചത്. LED ബൾബിനുള്ളിൽ താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക്. LED ബൾബിനുള്ളിൽ താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹീറ്റ് സിങ്ക് എന്നാണ്. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 19. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 19 ആണ്. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. എസ്സിൽ 2ഉം പിയിൽ പരമാവധി ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 6ഉമാണ്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്?
10 ആണ്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 14 ആണ്. അപ്പോൾ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, പി സബ്ഷെല്ലിൽ 6, ഡിയിൽ 10, എഫിൽ 14. കാർബണിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 6. കാർബണിൻ്റെ അറ്റോമിക നമ്പർ 6 ആണ്. പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ അടങ്ങിയ സംവിധാനം ഏതാണ്? സമ്പൂർണ്ണ. പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ അടങ്ങിയ സംവിധാനം സമ്പൂർണ്ണയാണ്. ഡാറ്റാബേസ് നിർമ്മിക്കാനും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനും നമ്മെ സഹായിക്കുന്നത് DBMS ആണ്. എന്താണ് DBMS എന്ന് പറഞ്ഞാൽ? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ്. ഡാറ്റാബേസ് നിർമ്മിക്കാനും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനും നമ്മെ സഹായിക്കുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. വൃത്താകൃതിയിലുള്ള ബാക്ടീരിയയുടെ DNA അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? പ്ലാസ്മിഡ്. വൃത്താകൃതിയിലുള്ള ബാക്ടീരിയയുടെ DNA അറിയപ്പെടുന്നത് പ്ലാസ്മിഡ് എന്ന പേരിലാണ്. ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം എന്താണ്? ലിഗേസ്. ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ പ്രോട്ടീൻ എന്താണ്? മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ പ്രോട്ടീനാണ് മെലാനിൻ. ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഉൽപ്പരിവർത്തനം. ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഉൽപ്പരിവർത്തനം. റൈബോസ് പഞ്ചസാര കാണപ്പെടുന്ന ന്യൂക്ലിക് ആസിഡ് ഏതാണ്? RNA. റൈബോസ് പഞ്ചസാര കാണപ്പെടുന്ന ന്യൂക്ലിക് ആസിഡ് RNA ആണ്. DNAയിലെ നൈട്രജൻ ബേസുകളുടെ സ്വഭാവം എന്താണ്? ക്ഷാര സ്വഭാവം. DNAയിലെ നൈട്രജൻ ബേസുകളുടെ സ്വഭാവം ക്ഷാര സ്വഭാവമാണ്. ഭൂപടങ്ങളിലെ നിറങ്ങളും അവയുടെ സവിശേഷതകളുമാണ്. ഭൂപടങ്ങളിൽ ഓരോ ഭൂഭാഗങ്ങളെ പ്രത്യേക നിറങ്ങൾ കൊടുത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടുള്ളതാണ്. അപ്പോൾ ഭൂപടത്തിൽ പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? നൈസർഗിക സസ്യജാലമാണ്. നൈസർഗിക സസ്യജാലത്തെയാണ് ഭൂപടത്തിൽ പച്ച നിറത്തിൽ സൂചിപ്പിക്കുന്നത്. മഞ്ഞ നിറത്തിൽ സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. മഞ്ഞ നിറത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കൃഷിയിടങ്ങളെയാണ്. ചുവപ്പ് നിറത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പാർപ്പിടങ്ങളെയും റോഡുകളെയുമാണ്. പാർപ്പിടങ്ങളെയും റോഡുകളെയും എന്ത് നിറത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്? ചുവപ്പ് നിറത്തിൽ. ഭൂപടങ്ങളിൽ കറുപ്പ് നിറത്തിൽ സൂചിപ്പിക്കുന്നത് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈനുകൾ. തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈനുകൾ എന്നിവയെ കറുപ്പ് നിറത്തിലാണ് ഭൂപടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ജലാശയങ്ങളെയാണ് നീല നിറത്തിൽ ഭൂപടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂപടത്തിൽ നീല നിറത്തിൽ കാണുന്നത് എന്താണ്? ജലാശയമാണ്. ഭൂപടത്തിൽ തവിട്ട് നിറത്തിൽ കാണുന്നത് പാറക്കൂട്ടങ്ങളും മണൽ കൂനകളും കുന്നുകളുമാണ്. ഭൂപടത്തിൽ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നത് എന്താണ്? പാറക്കൂട്ടങ്ങളും മണൽ കൂനകളും കുന്നുകളുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതിനാൽ ഇത് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ്. ഭൂപടത്തിൽ പച്ചനിറത്തിൽ സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലത്തെയും മഞ്ഞ നിറത്തിൽ സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. ഭൂപടത്തിൽ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് പാർപ്പിടങ്ങളും റോഡുകളുമാണ്. ഭൂപടത്തിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖ, ടെലിഫോൺ ലൈൻ എന്നിവയാണ്. ഭൂപടത്തിൽ നീല നിറത്തിൽ കാണപ്പെടുന്നത് എന്താണ്? ജലാശയങ്ങളാണ്. ഭൂപടത്തിൽ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നത് പാറക്കൂട്ടങ്ങൾ, മണൽക്കൂന, കുന്നുകൾ എന്നിവയാണ്. അടുത്തത് പ്രാചീന തിണാസങ്കല്പവും അവയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ്. ആദ്യമായി കുറിഞ്ചി തിണാസങ്കല്പമാണ്. ഈ കുറിഞ്ചി തിണാസങ്കല്പം മലം പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മലകൾ, മലയോരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു തിണയാണ് കുറിഞ്ചി. അതുപോലെ മുല്ല എന്ന തിണ കാട് അല്ലെങ്കിൽ പുൽമേടുകളുമായി ബന്ധപ്പെട്ട തിണയാണ് മുല്ല. പാലൈ എന്നാണ് അറിയപ്പെടുന്നത്. പാല
എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാലൈ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വരണ്ട പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട തിണയാണ് പാലൈ തിണ. മരുതം തിണ വയലുകൾ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മരുതം തിണ എന്തുമായി ബന്ധപ്പെട്ടതാണ്? വയൽ, കൃഷിയിടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് മരുതം തിണ. അതുപോലെ നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തിണയാണ്. തീരപ്രദേശവുമായി ബന്ധപ്പെട്ട തിണ ഏതാണ്? നെയ്തലാണ്. അപ്പോൾ കുറിഞ്ചി തിണ മലമ്പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നു. മുല്ലൈ തിണ എന്താണ്? പുൽമേടുകളെയാണ് സൂചിപ്പിക്കുന്നത്. പാലൈ വരണ്ട പ്രദേശങ്ങളാണ്. മരുതം വയൽ അല്ലെങ്കിൽ കൃഷിഭൂമിയാണ്. നെയ്തൽ തീരപ്രദേശമാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളാണ്. ഭീലുകൾ എന്നറിയപ്പെടുന്ന ഗോത്ര വിഭാഗം ഇത് മറാത്തയിലാണ് കാണപ്പെട്ടത്. മറാത്തയിലെ ഗോത്രവിഭാഗമാണ് ഭീലുകൾ. അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ മറ്റൊരു പ്രധാന ഗോത്ര വിഭാഗമാണ് കോലി. കോലി അഹമ്മദ് നഗറിലെ ഗോത്ര വിഭാഗമാണ്. കോളുകൾ എന്ന ഗോത്ര വിഭാഗം ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര വിഭാഗമാണ്. സാന്താൾ എന്നത് രാജ്മഹൽ കുന്നുകളിലെ ഗോത്ര വിഭാഗമാണ്. അതുപോലെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗമാണ് കുറിച്യർ. കുറിച്യർ എവിടെയാണ്? വയനാട് ജില്ലയിലാണ് കുറിച്യർ എന്ന ഗോത്ര വിഭാഗം ഉള്ളത്. ഒന്നുകൂടെ പറയാം. ഭീലുകൾ എന്ന ഗോത്ര വിഭാഗത്തെ കാണപ്പെടുന്നത് മറാത്തയിലാണ്. കോലി എന്ന ഗോത്ര വിഭാഗം അഹമ്മദ് നഗറിലാണ്. കോളുകൾ എന്ന ഗോത്ര വിഭാഗം ഛോട്ടാ നാഗ്പൂരിലെ ഗോത്ര വിഭാഗമാണ്. സാന്താൾ രാജ്മഹൽ കുന്നുകളിലെ ഗോത്ര വിഭാഗമാണ്. കുറിച്യർ വയനാട്ടിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ്. ഈ ഗോത്ര വിഭാഗങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങിയ ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളുമാണ്. ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൾ ചുരമാണ്. ബാരാലാചാല ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ജമ്മു കാശ്മീരിനെയുമാണ്. ബാരാലാചാല ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ഹിമാചൽ പ്രദേശിനെയും ജമ്മു കാശ്മീരിനെയുമാണ്. ലിബുലൈക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ്. ലിബുലൈക്ക് ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരമാണ്. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. നാഥുല ചുരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ്. സിക്കിമിലാണ് ഈ നാഥുല ചുരം. അപ്പോൾ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. നാഥുല ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? സിക്കിമിനെയും ടിബറ്റിനെയും. അഗിൽ ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ലഡാക്ക്, ചൈന. ലഡാക്കിനെയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് അഗിൽ ചുരം. ബോഡില ചുരം വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ബോഡില ചുരം. ഇത് അരുണാചൽ പ്രദേശിനെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോഡില ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? അരുണാചൽ പ്രദേശിനെയും ഭൂട്ടാനെയും. ജലപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ഭൂട്ടാനെയുമാണ്. ജലപ്ല ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? സിക്കിം, ഭൂട്ടാൻ. ചാങ്ല ചുരം ബന്ധിപ്പിക്കുന്നത് ലഡാക്കിനെയും ടിബറ്റിനെയുമാണ്. ചാങ്ല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ലഡാക്കിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചാങ്ല ചുരം. ഒന്നുകൂടെ നോക്കാം. ബനിഹാൾ ചുരം ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബാരാലാചാല ചുരം ഹിമാചൽ പ്രദേശിനെയും ജമ്മു കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലിബുലൈക്ക് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അഗിൽ ചുരം ലഡാക്കിനെയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോഡില ചുരം അരുണാചൽ പ്രദേശിനെയും ഭൂട്ടാനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ജലപ്ല ചുരം സിക്കിമിനെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചാങ്ല ചുരം ലഡാക്കിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തത് ഇന്ത്യയിലെ പ്രധാന ഋതുക്കളാണ്.
ഇന്ത്യയിൽ പൊതുവെ എത്ര ഋതുക്കളാണുള്ളത്? 6 ഋതുക്കളാണുള്ളത്. അതിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം എന്നിവയാണ് ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്ന 6 ഋതുക്കൾ. ഇതിൽ വസന്തകാലം ഏതൊക്കെ മാസങ്ങളാണ്? മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് വസന്തകാലം അനുഭവപ്പെടുന്നത്. അതുപോലെ ഗ്രീഷ്മകാലം അനുഭവപ്പെടുന്നത് മെയ്, ജൂൺ മാസങ്ങളിലാണ്. വർഷകാലം ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ശരത്കാലം സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. ഹേമന്തകാലം നവംബർ, ഡിസംബർ മാസങ്ങളിലാണ്. ശിശിരകാലം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. അപ്പോൾ വസന്തകാലം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ അനുഭവപ്പെടുന്നതാണ്. അതുപോലെ ഗ്രീഷ്മകാലം മെയ്, ജൂൺ മാസങ്ങളിലാണ് കാണപ്പെടുന്നത്. വർഷകാലം ജൂലൈ, ഓഗസ്റ്റ്. ശരത്കാലം സെപ്റ്റംബർ, ഒക്ടോബർ. ഹേമന്തകാലം നവംബർ, ഡിസംബർ. ശിശിരകാലം ജനുവരി, ഫെബ്രുവരി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ പ്രായമാണ്. ആദ്യമായി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സ്. അപ്പോൾ 35 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് മാത്രമേ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാടുള്ളൂ. ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെയാണ്. 35 വയസ്സായ ഒരു വ്യക്തിക്ക് മാത്രമേ ഉപരാഷ്ട്രപതിയാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 35 വയസ്സ് തികഞ്ഞിരിക്കണം. മറ്റു നിബന്ധനകൾ വേറെയുണ്ട്. ഇന്ത്യൻ പൗരനായിരിക്കണം, ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അതൊന്നും ഇപ്പോൾ ഇവിടെ നോക്കുന്നില്ല. ഇപ്പോൾ കുറഞ്ഞ പ്രായം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആകണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സായിരിക്കണം. കൂടാതെ ഒരാളും കൂടെ ഉണ്ട്. 35 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാരാണ്? ഗവർണർ. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ ഗവർണർ ആവണമെങ്കിലും 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായമാണ്. അപ്പോൾ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഇന്ത്യയിൽ രാജ്യസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സാണ്. തൊട്ട് താഴെ ലോക്സഭയാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ലോക്സഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. അപ്പോൾ ലോക്സഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 25, രാജ്യസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, രാജ്യസഭ എന്ന് പറയുന്ന അല്പം കൂടെ മുതിർന്നവരുടെ സഭയെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ രാജ്യസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 30ഉം ലോക്സഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സുമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതുക? 25 വയസ്സാണ് എഴുതേണ്ട. കാര്യം എന്താണ്? ലോക്സഭ അംഗമായ ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാലും ലോക്സഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാലും 25 വയസ്സാണ്. സംസ്ഥാന നിയമസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? അതും 25 വയസ്സാണ്. അപ്പോൾ നമ്മുടെ MLA-മാരൊക്കെ അവർക്ക് ഏറ്റവും കുറഞ്ഞ 25 വയസ്സ് പ്രായമായവർക്ക് മാത്രമേ MLA ആകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? അത് ചോദിച്ചാലും 25 വയസ്സ് തന്നെയാണ്. കാരണം എന്താണ്? അപ്പോൾ സംസ്ഥാന നിയമസഭയിൽ അംഗമായ അല്ലെങ്കിൽ MLA ആയ ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സംസ്ഥാന നിയമസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാലും സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാലും 25 വയസ്സ് തന്നെയാണ്. അടുത്തത് ത്രിതല പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായമാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണമെങ്കിൽ, അതുപോലെ നഗരസഭ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണമെങ്കിൽ കുറഞ്ഞത് 21 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സാണ്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? അത് 18 വയസ്സാണ്. ഇന്ത്യയിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ട കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. അടുത്ത് നോക്കുന്നത് കുറച്ച് അളവുകളും അതുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളുമാണ്. ആദ്യമായി നീളമാണ്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്ററാണ്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. നമ്മൾ നീളം സെൻറ്റിമീറ്ററിലും മീറ്ററിലും കിലോമീറ്ററിലും ഒക്കെ പറയാറുണ്ട്. എങ്കിലും നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? അത് മീറ്ററാണ്.
മാസിൻ്റെ അല്ലെങ്കിൽ ഭാരം അല്ലേ, അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഇവിടെ നമ്മൾ ഗ്രാം, ക്വിൻ്റൽ, ടൺ എന്നൊക്കെ ഇതിൻ്റെ യൂണിറ്റ് പറയാറുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഭാരത്തിൻ്റെ കിലോഗ്രാം ആണ്. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? അത് സെക്കൻഡാണ്. നമ്മൾ മണിക്കൂറിലും മിനിറ്റിലും സെക്കൻഡിലും ഒക്കെ പറയാറുണ്ടെങ്കിലും സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? സെക്കൻഡാണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ആംബിയർ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആംബിയർ ആണ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിനാണ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കെൽവിനാണ്. പദാർത്ഥത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മോൾ. പദാർത്ഥത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് മോളാണ്. പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് കാണ്ടിലയാണ്. പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കാണ്ടില. അപ്പോൾ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ്. മാസ് അല്ലെങ്കിൽ ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആംബിയർ ആണ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിനാണ്. പദാർത്ഥത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് മോളാണ്. പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് കാണ്ടിലയാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ചില സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന ഔഷധങ്ങളാണ്. ഈ മേഖലയിൽ നിന്നും PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ ഒരുപാട് കടന്നു വന്നിട്ടുമുണ്ട്. ആദ്യമായി ശവന്നാറി എന്ന സസ്യമാണ്. ശവന്നാറി എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധം ഏതാണ്? വിൻകിൻസ്റ്റീൻ ആണ്. വിൻകിൻസ്റ്റീൻ എന്ന ഔഷധമാണ് ശവന്നാറി എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ഏത് രോഗത്തിൻ്റെ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്? രക്താർബുദം. അപ്പോൾ രക്താർബുദം എന്ന രോഗത്തിന് ശവന്നാറി എന്ന സസ്യത്തിൽ നിന്ന് നിർമ്മിക്കുന്ന വിൻകിൻസ്റ്റീൻ എന്ന ഔഷധം ഉപയോഗിക്കുന്നു. അടുത്ത സർപ്പഗന്ധി എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധം റിസർപ്പിൻ ആണ്. ഇത് ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നത്? രക്തസമ്മർദ്ദത്തിനാണ്. രക്തസമ്മർദ്ദം രോഗത്തിന് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നാണ് റിസർപ്പിൻ. ഈ റിസർപ്പിൻ എന്ന ഔഷധം ഉൽപ്പാദിപ്പിക്കുന്നത് സർപ്പഗന്ധി എന്ന ഔഷധത്തിൽ നിന്നുമാണ്. അടുത്ത സിങ്കോണ എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ക്വിനൈൻ എന്ന ഔഷധമാണ്. ഇത് മലമ്പനിക്ക് നല്ല ഔഷധമാണ്. അപ്പോൾ മലമ്പനി എന്ന രോഗത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നത് ക്വിനൈൻ ആണ്. അത് ഏത് സസ്യത്തിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? സിങ്കോണ എന്ന സസ്യത്തിൽ നിന്നുമാണ്. അടുത്തത് വാസിഡൈൽ എന്ന ഔഷധം, അത് ആടലോടകം എന്ന സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. രക്തപിത്തം എന്ന അസുഖത്തിന് നല്ല ഔഷധമായി ഉപയോഗിക്കുന്നതാണ് ഈ വാസിഡൈൽ. ഇത് ഏത് സസ്യത്തിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആടലോടകം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗത്തു നിന്നുമുള്ള പ്രത്യേക ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.